ഈ വീഡിയോ എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നവംബർ 7 സേ പരീക്ഷ ഡേറ്റ് കൊടുക്കേണ്ട, സേ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 7 എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. 3, 4, 5, 6 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ശ്രദ്ധിച്ചേക്കുക, നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനകത്തും നമ്മുടെ ഓൺലൈൻ കുട്ടികൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണെങ്കിൽ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങൾ അതാത് പഠിച്ച സ്കൂളുകളിൽ കൊണ്ടുപോയി കൊടുക്കണം. കൊടുക്കുന്നതിന് മുമ്പേ ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് സ്കൂളിൽ ചെന്നായാലും അത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിനു ശേഷം സ്കൂളിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ കൊടുത്തതിനുള്ളൊരു തെളിവ്. നമുക്ക് സ്കൂളിലെ അവർ കൊടുക്കാതിരിക്കത്തൊന്നുമില്ല, അത് ട്രഷറിയിലൊക്കെ കൊണ്ട് അടച്ചത് ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ പോകുമായിരിക്കും. പക്ഷെ നമുക്കൊരു തെളിവിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു കോപ്പി ഉറപ്പായിട്ടും എടുത്ത് വെച്ചേക്കുക. അതിനുശേഷം സ്കൂളിൽ കൃത്യമായിട്ട് എത്തിക്കുക. കാരണം ഒരുപാട് വർഷങ്ങൾ 10, 12 വർഷത്തിന് ശേഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾ വരെ ഉണ്ട് ഇതിനകത്ത്. അന്നേരം എല്ലാവരും ഇത് ചെയ്യുക. അന്നേരം അങ്ങനെ ചെയ്യണം. നവംബർ 7 നിങ്ങൾ എല്ലാവരും തന്നെ 7 ശേഷം ഫൈനും സൂപ്പർ ഫൈനോടുകൂടിയൊക്കെ അടയ്ക്കാമായിരിക്കും. അതുവരെയൊന്നും ഒരു കുഞ്ഞുങ്ങളും പോകാതിരിക്കുക. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അന്നേരം ആപ്ലിക്കേഷൻ ഫോം എവിടെ കൊടുത്തിട്ടുണ്ട്? ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ ചെന്ന് ടീച്ചർമാരോട് ചോദിച്ച് ഫില്ല് ചെയ്താൽ മതി. പക്ഷേ അതിനുശേഷം ഫില്ല് ചെയ്തതിനു ശേഷം കോപ്പി എടുത്തിട്ട് ഫൈനൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാവുള്ളൂ. ഓക്കെ. പിന്നെ 225 രൂപ പെർ സബ്ജക്റ്റിന് നമുക്ക് ഇതാകുന്നുണ്ട്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇടണമെങ്കിൽ 80 രൂപ, അങ്ങനെ കുറച്ച് ഫീസൊക്കെ ഉണ്ട്. ആ ഫീസ് എല്ലാം അടയ്ക്കുകയൊക്കെ വേണം. അതെല്ലാം സ്കൂളിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ട. അതിനകത്തൊന്നും ഒരു മിസ്റ്റേക്കുകളും വരരുത്. കൃത്യമായിട്ട് ഫീസൊക്കെ കൊടുക്കുക. പിന്നെ ഓൺലൈൻ ബാച്ചസ് പലരും ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്നത്, ഇനിയും നമുക്ക് പഠിക്കാൻ ഇത്ര മാസമേ ഉള്ളൂ, നവംബർ, ഡിസംബർ, ജനുവരി, പെട്ടെന്ന് ദിവസങ്ങൾ പോകും. ഓരോ ദിവസം കഴിയുമ്പോഴും പല കുട്ടികൾ ചോദിക്കുന്നത്, ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു, നമുക്ക് അത്രയും പഠിക്കേണ്ടത് പുറകിലോട്ട് നമ്മൾ പോകും. അന്നേരം മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ച് അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് പഠിച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയറായി ഫസ്റ്റ് ഇയറും അത് ഏത് വിഷയമാണ് പോയത് അതിനെ വളരെ ഗംഭീരമായിട്ട് പഠിച്ച് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതൊരു നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന വർഷങ്ങളാണ് അടുത്ത വർഷമൊക്കെ. അതിനു മുമ്പ് നിങ്ങളെല്ലാം പാസ്സായി നല്ല ജോലിയൊക്കെ കിട്ടി എല്ലാവരും ഇതിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അതായത് എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ഇതൊന്നും മറക്കരുത്. നവംബർ 7 ആപ്ലിക്കേഷൻ ഫോം ഡിസ്ക്രിപ്ഷനിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ. നെവർ എവർ ഗിവ് അപ്പ്.